റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് മണ്ണെടുത്തത് അധികൃതരുടെ അനുമതിയോടെയാണെന്ന് സ്ഥലമുടമ നൌഫൽ. താൻ ആരുടെയും ബിനാമിയല്ല, സ്വന്തം സ്ഥലമാണ്. അനധികൃതമായി ഒരു നിർമ്മാണവും നടത്തിയിട്ടില്ല. 2 വർഷം മുൻപ് വടകര സ്വദേശിയിൽ നിന്നാണ് സ്ഥലം വാങ്ങിയത്. മഴ തുടങ്ങി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ട് എന്നും നൌഫൽ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. ഈ സ്ഥലം താങ്കൾ എന്നാണ് വാങ്ങിയത്? ഈ എടൈപ്പാലം ഭാഗത്ത് എത്ര സെന്റ് അല്ലെങ്കിൽ എത്ര ഏക്കർ ഭൂമിയാണ് താങ്കൾ വാങ്ങിയത്? ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? 50 സെന്റ് സ്ഥലം ഏകദേശം ഒരു 1.5-2 വർഷം മുമ്പ്, 1-2 വർഷമായി അല്ലേ, 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. 50 സെന്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത്. ഇത് ഫൈസൽ കടമണ്ണിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം 2 വർഷമായി. അതായത് നിങ്ങൾ ഈ സ്ഥലം വാങ്ങിയതിൽ 2 ഭൂവുടമകളാണുള്ളത്. ഒന്ന് നൌഫൽ എന്ന് പറയുന്നത് നിങ്ങളും, രണ്ടാമത് ഒരു സ്ത്രീ ആയിട്ടുള്ള. എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആണുള്ളത്. അതായത് ടോറസ് വണ്ടികളാണുള്ളത്, ഹെവി വണ്ടികൾ, ഹെവി ലോറികൾ. അപ്പോൾ അതിൽ ഞാനും സലീമും പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ലെവലിൽ വാങ്ങിച്ചതാണ് ഈ സ്ഥലം. ഇദ്ദേഹം പറയുന്ന രണ്ടാമത്തെ വ്യക്തിയാണിത്, സലീം. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിലാണ് സ്ഥലമുള്ളത്. പക്ഷേ ഇവർ ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന നിലയിൽ സ്ഥലം വാങ്ങിയെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് അനുമതി ലഭിച്ചത് എന്ത് തരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കാനാണ്? എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി അവിടെ നിർമ്മിക്കാൻ? നോർമലി നമ്മളൊരു മുനിസിപ്പാലിറ്റി അല്ലെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് പെർമിഷൻ എടുക്കാനാണ് പേപ്പർ വെക്കാറുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിൽഡിംഗാണ് എടുക്കുക? ഫ്യൂച്ചറിൽ ഞാൻ ബിൽഡിംഗ് പെർമിഷൻ എടുത്തു, അതിൻ്റെ പ്ലോട്ട് റെഡിയാക്കി ക്ലിയർ ആക്കി, ഞാൻ മേ ബി ഒരു പെട്രോൾ പമ്പ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മേ ബി ഒരു സർവീസ് സെൻ്റർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നോർമലി ഞങ്ങളൊരു പ്ലാനിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സർവീസ് സെൻറ്റർ വിത്ത് ആക്സസറീസ്, സർവീസ് സെൻറ്റർ കാരണം കാർ വാഷ് കാര്യങ്ങൾ, സർവീസ് സെൻറ്റർ അങ്ങനെയുള്ളൊരു ഉദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. മുബഷീർ പി അക്ബർ വിവരമായി. മുബഷീർ, ഇപ്പോൾ സ്ഥലം ഉടമകളെ കണ്ടെത്തിയിരിക്കുന്നു. അവരിപ്പോൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം തൃപ്തികരമാണോ? അനധികൃതമായിട്ടൊരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടത്തിയിട്ടില്ല. മണ്ണെടുത്തതുൾപ്പെടെ അവിടെ നിന്നും പാറ പൊട്ടിച്ചതുൾപ്പെടെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന സ്വാഭാവിക വിശദീകരണം സ്ഥലം ഉടമകൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ തന്നെ ഹാജരാക്കിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഭൂവുടമായിട്ടുള്ള നൌഫൽ, അതോടൊപ്പം തന്നെ ആ രേഖകളിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഭൂവുടമ മറിയുമ്മ സിപ്പി എന്ന് പറയുന്ന സ്ത്രീയാണ്, സ്ത്രീയുടെ മകനായിട്ടുള്ള സലീം. ഈ 2 വ്യക്തികളാണ് വിശദീകരണവുമായിട്ട് ആദ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രീമിയം ആയുർവേദ റിസോർട്ട് എന്ന നിലയിൽ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. മറിച്ച് അവിടെ ഒരു കാർ സർവീസ് സെന്റർ ആയിരുന്നു നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 2 വർഷം മുൻപാണ് കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള വ്യക്തിയിൽ നിന്നും ഈ സ്ഥലം വാങ്ങുന്നത്. 50 സെന്റ് സ്ഥലമാണ്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതായത് ജിയോളജി വകുപ്പിന്റെ അനുമതി ഉണ്ടായിരുന്നു അവിടെ മണ്ണെടുക്കുന്നതിന് വേണ്ടി. പല ഘട്ടങ്ങളിൽ ജിയോളജി വകുപ്പ് അടങ്ങുന്ന സംഘം അവിടെ പരിശോധന നടത്തിയിരുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഖനനം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. മഴ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മണ്ണെടുക്കുന്നത് നിർത്തിവെച്ചു എന്നുള്ളത് ഈ സ്ഥലം ഉടമ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇയാൾ ചില ഉന്നതരുടെ ബനാമിയാണെന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ബനാമിയുമല്ല, ഒരു സംരംഭകനാണ്. ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്ന പദ്ധതിയാണ്. 50 സെന്റിൽ ആദ്യഘട്ടത്തിൽ ഒരു സർവീസ് സെന്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് മണ്ണെടുത്തിട്ടുള്ളത്. അതിന്റെ അനുമതിയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ നഗരസഭ പറഞ്ഞിരുന്നത് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനുള്ള ഷോക്ക് കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി നഗരസഭയോടും പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ഥലം ഉടമകളായിട്ടുള്ള നൌഫലും സലീമും പറയുന്നത്. ഇതിൽ സലീം നേരത്തെ ഒരു കോറി പ്രവർത്തിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. ഒരു കോറി തന്റെ പേരിലുണ്ടായിരുന്നതായിട്ട് സലീം തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോറിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊന്നും തന്നെയില്ല. അവിടെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് നടത്തിയത്. ഇത് പ്രകൃതി ദുരന്തമാണോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആ മേഖലയിലെ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആരോപണം, അതിന് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അർദ്ധ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഇംഗൽ സിറ്റിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. അവിടെ വെള്ളം നിൽക്കുന്നത് മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ടോ എന്ന സംശയവും ഈ നൌഫൽ അടങ്ങുന്ന ഇതിന്റെ ഭൂവുടമകൾ പ്രകടിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായിട്ട് ഒരു പരിശോധന നടത്തട്ടെ, അവിടെയുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇനി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന വിശദീകരണമൊക്കെ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥലം ഉടമകളുടെ വിശദീകരണം പുറത്തു വന്ന സാഹചര്യത്തിൽ നഗരസഭയും റവന്യൂ വകുപ്പും ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. ശരി, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.